ഇത് പോയിട്ട് നമ്മളെ ഒറ്റയ്ക്ക് ഇട്ട് തച്ചു പോലും സത്യമായിട്ട് കടയാടിക്കും ഒരു കിസ് തരട്ടെ. അങ്ങനെയൊന്നും വേണ്ട. നായിക ചരിഞ്ഞു. അടിവാതിലും തൊട്ടെന്ന് വന്ന് കടവാതിൽ. ഹലോ ഗായ്സ്, അബി ജെർബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം അബി. ഗായ്സ്, അപ്പം രാവിലെ 6:30 ആയിരിക്കുകയാണ്. സുഹൃത്തുക്കൾ ഒരു ഷൂട്ടിന് പോകാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ കുറേ നാളായില്ലേ ഇങ്ങനെ വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. എനിക്ക് കുറച്ച് നാളായി ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ലോങ് വീഡിയോ ആയിട്ട് എത്തിയിട്ട്. എൻ്റെ ഒരു ആഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ കരുതുന്നു ഗായ്സ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ കോസ്റ്റ്യൂമും മുണ്ടും കറുത്ത ഷർട്ടുമാണ്. നമുക്കിന്ന് രാവിലെ നെയ്യാറ്റിങ്കര അമരവിള വെച്ചാണ് ഷൂട്ട്. എനിക്കിന്ന് നേരെ എൻ്റെ കപ്പിളിനെ വിളിക്കാൻ പോകണം. കപ്പിളിനെ വിളിച്ചിട്ട് നേരെ, പക്ഷെ കപ്പിളല്ല, എൻ്റെ കൂടെ അഭിനയിക്കുന്ന നടിയെ വിളിക്കാൻ പോകണം. അവളെ വിളിച്ചുകൊണ്ട് നേരെ ജയദേവിൻ്റെ അവിടെ പോകണം. ജയദേവിൻ്റെ ചേട്ടനാണ് വീഡിയോ എടുക്കുന്നത്. നട്ടുനിധി നമ്മളെല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് നട്ടുചേട്ടൻ. അപ്പോൾ നട്ടുചേട്ടനാണ് നമ്മളിന്ന് വീഡിയോ എടുക്കുന്നത്. ഞാൻ എന്താ ഇപ്പോൾ ഉറക്കം എണീച്ച് എൻ്റെ മോൻ കണ്ടലേറി ഉറക്കപ്പിച്ചാണ്. ഡ്രസ്സെല്ലാം ഇട്ട് ഞാൻ എന്താ ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോകണം. മുടിയെല്ലാം സെറ്റ് ചെയ്ത്, ഇനി മുടിയൊക്കെ ഇരിക്കും ഇല്ലെന്ന് ആർക്കറിയാം. ഏകദേശം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നേരെ നമുക്ക് അങ്ങോട്ട് പോകാം. അവളെ പിക്ക് ചെയ്തിട്ട് നേരെ ഇനി ജയദേവിൻ്റെ അടുത്ത് പോകണം. പിന്നെ നെയ്യാറ്റിങ്കര. ഓക്കെ, അപ്പോൾ 6:30-8 മണിക്കാണ് ഷൂട്ട് തുടങ്ങണമെന്ന് പറഞ്ഞപ്പോൾ രാവിലെ എണീച്ച് വരണമെന്ന് പറഞ്ഞു. ഇൻഡോറാണ് ഷൂട്ട് ഗൈസ്. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയാണ് ഗൈസ്. അപ്പോൾ വണ്ടിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാൻ നേരെ ഇനി അവളെ വിളിക്കാൻ വേണ്ടി പോവുകയാണ്. ഇനി ഒരു 10 മിനിറ്റിനകത്ത് അവളെ പിക്ക് ചെയ്തിട്ട് വേണം നേരെ ഇനി അങ്ങോട്ട് പോവാൻ. ഞാൻ ഓൺ ദ വേ ആണ് സുഹൃത്തുക്കളെ. രാവിലെ എന്ത് ക്ലൈമറ്റ് ഭാഗ്യത്തിനൊന്നും മഴയില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നൈസായിട്ട് പോവാം. അതും നല്ല ക്ലൈമറ്റ്. ഉറക്കപ്പിച്ചിടായപ്പം നൈസായിട്ട് ഉറക്കപ്പിച്ചല്ല, ഇപ്പോൾ കുളിച്ചപ്പോൾ സെറ്റായി. അവരെ ക്യാബ് സ്കൂളൊക്കെ തുറന്നുകൊണ്ട് നല്ല തിരക്കുണ്ട്. അപ്പം ഗൈസ്, അപ്പം ഞാൻ നേരെ ഇനി അവളെ പിക്കാൻ പോട്ടോ. ഈ വരുന്നതാണ് എൻ്റെ നായിക. അവൾ വരികയാണ്, കടന്നു വരികയാണ് സുഹൃത്തുക്കളെ. ചുമന്ന സാരിയെ കൊടുത്ത് പറന്നു വരുന്ന നായിക, എൻ്റെ നായിക. ഇതാണ് എൻ്റെ നായിക, ഇതാണ് എൻ്റെ നായികയും. എന്തുണ്ട്, സുഖമാണോ? പറ, എന്തുണ്ട് വിശേഷങ്ങള്? എന്ത് പറ്റി? ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കണോ? അങ്ങനെ പിടിച്ചോണ്ടിരുന്നോ? രാവിലെ ആയതുകൊണ്ട് എല്ലാരും ഉറക്കത്തിലാണ്. ഞാനും ഉറങ്ങിയൊക്കെയാണ് ഇരിക്കുന്നത്. ഉറങ്ങിയാ? ഞാൻ ഇന്നലെ ഉറങ്ങിയപ്പോ തന്നെ 2 മണിയായി. അരേ ബാബുജി, വെൽക്കം. ഇതാണ് നമ്മളെ നടി മീനാക്ഷി. ഇത് ജയദേവ്. ഇതാ, ഇനി നീ വെച്ചോ. എന്തിനാണ് കാര്യങ്ങളൊക്കെ? എന്തിനാണ്? എല്ലാവർക്കും എന്റെ മനയിലേക്ക് സ്വാഗതം. ഞാൻ പറയാതെ ആരും പുറത്തു പോവില്ല. കയറി വരിക. നമ്മുടെ നായിക വെട്ടത്തുവാ. ഇനി ഇതിൽ നിന്നെ കറുത്തിരിക്കുന്നത് പറയണ്ട. ആ നായിക വെട്ടത്തൊന്ന് നായിക. വെളുത്ത നായിക. നീ ആവശ്യമില്ലാത്ത ഓരോന്ന് പറഞ്ഞു പോയി. ഇനി അങ്ങേര് വന്നിരിക്കുന്നത്. അങ്ങനെ നമ്മള് ഒരു വീടും സ്ഥലവും സ്വന്തമാക്കി. അല്ല, ഇവൻ മേടിച്ചാണ് ഇവന്റെ സ്ഥലമാണ്. റിസോർട്ടാ, ആളും പേരും ഇല്ലാത്ത റിസോർട്ട്. എവിടെയാണ് വിളിച്ചോണ്ടോ? ഓണർ കേൾക്കണ്ട. ഇതാരെ കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതോ? കാവിലെ ഭഗവതി ഒന്ന് വെള്ളച്ചത്ത് നിന്നാണ്. ഊഞ്ഞാലിന്റെയും കമ്പനിയും കൊടുത്തിന്റെയൊക്കെ പൈസ കൊടുത്തിട്ട് വന്നാണ്. ഇതിലാടരുത്, എനിക്ക് വയ്യ മുത്തനടിച്ച് വീട്. മിക്കവാറും എന്റെ 2 പല്ലും. കമോൺ ഉമ്പ, നമ്മളെ മനയിലേക്ക് സ്വാഗതം. ദിസ് ഈസ് ഗോകുൽ ഫ്രം ഉമ്പ. അതും കൂടെ പറ, ഉമ്പ. അറിഞ്ഞൂടാ, അന്ന് കല്യാണത്തിന് ഒന്ന് ഇല്ലായിരുന്നു. ആ വരിക എന്റെ മനയിലേക്ക്. മഞ്ഞ് പെയ്യണത് എന്റെ ചെറിയ സ്പീക്കർ. അത് കൊച്ചങ്ങ കണക്കിരിക്കണം. അത് നോക്കൂല. ആക്കണോ വന്നിരുന്നുണ്ട് വീഡിയോ. സത്യം നമ്മള് വേറെ വീട്ടിൽ ആട്ടാതെ ഞാൻ മറ്റേ വീഡിയോ പഠിക്കും. ചുമ്മാ എനിക്ക് പൊട്ടി വീണ ഒരു സുഖം കാണൂല. ഇപ്പഴേ പറയണേ, സ്ട്രോങ് ആണ്. മൂന്നും കുത്തനെ വീഴുമ്പോ പഠിച്ചോളൂ. ഇവനാണ് ഇളക്കം.
ആർക്ക്? നമ്മളെ വീഡിയോഗ്രാഫർ എത്തി. ഓ എന്ത് 2 മാസം കശത്തുണ്ടാ മിണ്ടായി അങ്ങനെ പിടിച്ച് ചൂടാതെ നിൽക്കാതെ വെറും നട്ടുമല്ല ഐ നട്ടുവാണ്. തള്ളി ഇടുമെന്നാണ് ഈ പെണ്ണെന്നെ സ്പീഡ് കുറഞ്ഞടാ. ആട്ടല്ലേ തല ഇറങ്ങണ്ടാ. ഞാൻ ഒന്നുമല്ല, ഞാൻ ഒന്നും പറഞ്ഞില്ല. ഞാൻ ഒന്നും പറഞ്ഞില്ല, എവരാണ് പറഞ്ഞത്? ഞാൻ ഒന്നും പറഞ്ഞതില്ല. ഇവന് ഭ്രാന്ത് കേട്ടോ. ഇതാണ് നമ്മുടെ വീഡിയോഗ്രാഫർ. ഒരു ഹായ് എങ്കിലും പറ. ഹായ്. ആ നമസ്കാരം. ഫേസ് പറഞ്ഞ നമസ്കാരോ. തുടങ്ങാട്ടാ. ഇതിന് ആര് തുറന്നു? നമ്മൾ ഇവിടെ തന്നെ. ചേട്ടാ ഊഞ്ഞാൽ വെച്ചോ എന്തെങ്കിലും ഒരു സാധനം എടുത്താ. നീ എന്ത് വിചാരിച്ച പാട്ടായിരിക്കില്ലെങ്കിൽ നമ്മൾ സാധനം കിട്ടുമല്ലേ. ഇതാണ് പ്രിയാമണി. അതിന് നല്ലൊരു പേര് പ്രിയാമണി എന്നല്ലേ. പാവങ്ങളുടെ പൃഥ്വിരാജ്. പ്രിയാമണിക്ക് ഇപ്പൊ ഡീഫോൾട്ട് ഡാൻസ് ഒന്നും ഇല്ലേ? എന്ത് പറയില്ലേ? പ്രിയാമണിക്ക് ഫീൽഡ് ഔട്ട് ആയില്ലേ. ഈ കിണറൊക്കെ ഉണ്ട്. എന്നൊക്കെ വെള്ളം കോരണമെങ്കിൽ സീൻ എടുത്തു തരാം കേട്ടോ. കിണറ്റിൽ സ്ഥലം. ഉത്തരവാദിത്തമുള്ള അത്രയും പ്രേതമേ നീ ഒഴിഞ്ഞു പോകും. നമ്മളിന്ന് ഷൂട്ടിന് വന്ന വീടാണിത്. അല്ലേടി മേനകാഗാന്ധി. അവളെ ഒന്നും പറയാൻ പറ്റൂല. ഇവളുടെ അടുത്ത് വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ അവള് നമ്മളെ തിന്നാൻ വരും. അതാണ് ഇവളുടെ സ്വഭാവം. ഇത് തന്നെ 4 കെട്ട്. എത്ര കെട്ടെന്ന് വേണ്ട നീ പ്രിയാമണി. നീ ഏത് പ്രിയാമണി? നീ ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ പ്രിയാമണിയാണ്. ഒട്ടും ഇല്ലാത്ത കളർ സ്വന്തം സാരി കൊടുത്ത് അവിടെ തിരിച്ചു വെച്ച് തോന്നുന്നുണ്ട്. എടീ കറുപ്പ് എനക്ക് പൊടിച്ച കളർ. ഇതാണ് നമ്മുടെ ഷൂട്ടിൻ്റെ സ്പോട്ട്. ഈ വീട്ടിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോണതെന്ന്. ഇവിടെ അടിപൊളി സ്ഥലം കട്ടായത്. നല്ല ആംബിയൻസ് ഒക്കെ ഉള്ള റൂം കിട്ടില്ല. ചേറി വരുമ്പോഴത്തേക്കും ഒരു ചെറിയ 4 കെട്ടിൻ്റെ കൂടെ നടന്നു വരുന്ന ഒരു സുന്ദരി. ഇതാണ് നമ്മുടെ ക്യാമറമാൻ രാജേഷ്. എല്ലാം സെറ്റ്. രാജേഷ് ചുട്ടി പറയണം. അവിടെ ഞെരിക്കണ പാട്ടൊക്കെ ഇട്ട് ചാട്ടാ അഭിനയിക്കാൻ പറഞ്ഞേ. ഹായ്. പണിയുടെ വൃത്തിയാക്ക്. ചുമ്മാ വന്ന് നിൽക്കാല്ലോ. ഈ വീട് ഞാൻ മേടിച്ചാലോ എന്നിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കും. നല്ലത് കുറ്റം പറയാണെന്ന് വിചാരിക്കരുത്. ഒരു ഇൻസ്റ്റാ 360 സെയിലുണ്ട്. വേണോ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉള്ളവർ DM ചെയ്യുക. പുതിയ ഫ്രഷ് സാധനം യൂസ് ചെയ്തിട്ടൊന്നുമില്ല. 100% ബാറ്ററി ബാക്കപ്പ്. കരിക്കും കൊടുക്കാൻ നായിക ചരിഞ്ഞു. ഇതിപ്പോ കോപ്പിറൈറ്റ് വരും കേട്ടോ. ബാക്ക്ഗ്രൗണ്ടിൽ ചിറാപ്പുഞ്ചി മഴയത്ത്. യുമാരെന്തിനാ അടുക്കള കിടന്ന് ഇറങ്ങുന്നത്? അടുക്കളയിൽ എന്തിനാ അവിടെ പരിപാടി?
നിന്റെ മറ്റേ പാട്ട് എടുക്കണം ആവടി വീട്ടിലെ മാളിച്ചേരി നിങ്ങളെ മാളിച്ചേരി നിങ്ങളെ എനിക്കിനി പെണ്ണ് വേണ്ട എനിക്ക് പെണ്ണ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് നീ അങ്ങനെ നമ്മുടെ ഷൂട്ട് എന്തായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവിടെ ഇനി അടുത്ത ഷൂട്ട് നടക്കുകയാണ്. ഫോട്ടോഗ്രാഫർ ഇതായിരിക്കുന്നു. നമ്മളെ വീഡിയോഗ്രാഫർ ഇവിടെ ഇരിപ്പുണ്ട്. വീഡിയോഗ്രാഫർ എന്താണ് പറയാനുള്ളത്? ഹായ്, എന്താണ് പറയാനുള്ളത്? എന്താണ് പറയാനുള്ളത്? പറ. ഒന്നും പറയാനില്ല. വേറെ ഒരു പയ്യ ഉണ്ടായിരുന്നു, ഞാൻ അവനെ കാണിച്ചു തരാം. ബ്രോ, ഇതാണ് നമ്മുടെ അസിസ്റ്റന്റ് ബോയ്. ബൈ പേര് പറയണോ മക്കളെ? നീ ബൈ ബൈ ഇവിടെ പേര് പറയാൻ പറഞ്ഞപ്പോ ഗോകുലാണ് നമ്മുടെ ഷൂട്ടിന്റെ ഫുൾ ഇതാ. ഓക്കെ ഓക്കെ, ഇവിടെ മാരക ഷൂട്ട് അടക്കണുണ്ട്. പോ പാക്കപ്പ്, പോയി കാറി കയറപ്പ്. ചാർക്കോൾ അല്ലേ? അടിവാതിലും തുറന്ന് വന്ന് കടവാതിൽ. സുഹൃത്തുക്കളെ, അങ്ങനെ എൻ്റെ പ്രിയാമണി എനിക്ക് ഫുഡ് മേടിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാൻ. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ അവൾ ചന്ദ്രയാണ്. അത് അവർ പറഞ്ഞു ചന്ദ്രം ആടേടും കൊമ്പ അതല്ലേ അസൽ ചന്ദ്രയടാ. ചേട്ടാ അത്തർ, ചേട്ടാ ഒരു പാക്കറ്റ് അത്തർ തരൂ ചേട്ടാ. ഒരു 2 അത്തർ എടുക്കട്ടെ ചേച്ചി. ചേച്ചി ആ മറ്റേ ചന്ദ്രയായിട്ട് അഭിനയിച്ച അറിയിലുള്ള ചേച്ചിയല്ലേ? ചേച്ചി ആ അറിയിലുള്ളല്ലേ ചേച്ചി? ചേച്ചി ഒരു ഓട്ടോഗ്രാഫ് തരാമോ പ്ലീസ് ചേച്ചി? ഇതാ കട്ട് ചെയ്ത് ഞാൻ കട്ട് ചെയ്ത് കുട്ടപ്പ വെള്ളം കട്ട് ചെയ്തേ. അങ്ങനെയൊന്നും വേണ്ട. എനിക്കൊന്നും പറ്റില്ല. വീഡിയോ ചേട്ടാ ഒരു മിന്റ് ലൈമ്, ഒരു വാട്ടർ മെലൺ വിത്തൗട്ട്. ലൈമ് വിത്തൗട്ട്. ലൈം ഒന്ന് ഉപ്പാണ്. ഷുഗർ അല്ലേ? ഞാൻ മിന്റ് ലൈം ചേട്ടാ. 2 മിന്റ് ലൈമ്, 2 മിന്റ്, ഒരു നോർമൽ ലൈമ്, ഒരു വാട്ടർ മെലൺ വിത്തൗട്ട്. എനിക്ക് ഉപ്പ്, ലൈം ഉപ്പ്. പിന്നെ 2 നോർമൽ ലൈം ഉണ്ട് കേട്ടോ. അതിലൊന്ന് സോൾട്ട്, ഒന്ന് മറ്റേ വാട്ടർ മെലൺ വിത്തൗട്ട്. അതെ പറഞ്ഞു പറഞ്ഞ ബോളി പൈസത്തിന്. ബോളി പൈസ നിങ്ങൾ ഷുഗർ കട്ടല്ലേ? തന്നെ നീ ഷുഗർ കട്ടല്ലേ? അബി നീ എത്ര വട്ടം ഷുഗർ കട്ട് ചെയ്ത്? ഞാൻ ഷുഗർ കട്ടെന്ന് പറയും മന്തിയും പെപ്സിയും ഒക്കെ കയറ്റും. അത് വേറൊരു തരം ഷുഗർ കട്ടാണ്. ഇത് വേറെ ഐറ്റം ഷുഗർ കട്ട്. ആര് നിർത്തി? നട്ടുവട്ടൻ്റെ ഷുഗർ കട്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. കല്യാണത്തിന് ബോളി പൈസ ഫസ്റ്റാണ്. കട്ട് ചെയ്യണം. ചായ കുടിക്കൂല, ഷുഗർ ഇട്ട വെള്ളം കുടിക്കൂല. പക്ഷേ ബോളി പൈസ അവിൽ മിൽക്ക് ഇത് പറഞ്ഞു പറഞ്ഞ മുമ്പേ സത്യം. ചായ കുടിക്കൂല, ചായ ചന്ദ്ര വേണ്ട, ഞാൻ പേര് ഞാൻ മണ്ടൂല. അവര് പിടിച്ചു എന്തോ മീനാശി അവിടെ മീനാക്ഷി മീനാക്ഷി
മിക്കവാറും സോസ് മൂക്കിലിരിക്കും പാവട അവളെ ഫേസ് കണ്ടാ അറിയാം പാവട അവളെ ഫേസ് കണ്ടാ അറിയാം ഇറച്ചിക്കാലിന ഇനി രണ്ടും കൂടെ ഇറച്ചിക്കാലിന നാടി നമ്മളൊന്ന് കയറി കഴിച്ചാണ് നമ്മളൊന്ന് രണ്ടും കൂടെ കയറി കഴിച്ചാ കൊള്ളാമോടാ കൊള്ളാമോടി കഴിച്ചു വയ്ക്കാണ് ഒരു ഉരുട്ടി വെച്ചോടെ പൂച്ചയ്ക്ക് ശിവു മുഖമൊക്കെ മാറ്റി ഇതൊക്കെ യൂട്യൂബിൽ സ്റ്റോറി ചൂട് അമ്മ കൊണ്ടുവന്നു നറ്റാണ് പറഞ്ഞടാ നറ്റാണ് പറഞ്ഞില്ലേ ഇവളോട് സമയം പോയില്ലേ ഇവ ഉണ്ടെങ്കിലാണ് നമുക്ക് സമയം പോകണം. രാവിലെ 8 മണിക്ക് അല്ല സോറി 4:30 ഉറക്കം എണീച്ച് ഞാൻ 6 മണിക്ക് പിക്ക് ചെയ്ത് ഞാൻ എൻ്റെ പാർട്ട്ണർ വീഡിയോഗ്രാഫറിനെ എൻ്റെ നടിയെ വീഡിയോഗ്രാഫർ എൻ്റെ നടിയെ ഞാൻ പിക്കപ്പ് ചെയ്ത് സേഫോടെ അതും കറക്റ്റ് 3 മണിക്ക് അല്ലേ പിന്നെ ഇറങ്ങിന്നി ഓ കഴിഞ്ഞിൻട്രോ നമ്മൾ സേഫ് സോൺ എത്തി. അപ്പൊ ഇനി അടുത്ത വീഡിയോ കാണാം അല്ലേ. ഗൈസ് അങ്ങനെ നടിയെ കൊണ്ടിറക്കി ഇനി ഞാൻ പോണേ ടാറ്റ. അല്ല ഗൈസ് അടിപൊളി ഒരു ഷൂട്ടായിരുന്നു നമ്മളിന്ന് നമ്മളെ നട്ടുചാണ്ട ജയദേവിൻ്റെ കൂടെയൊക്കെ വേറൊരു പയ്യനുണ്ടായിരുന്നു. അവൻ്റെ പേര് അനന്ത് ഗോകുൽ അങ്ങനെ എന്താണ് പേര്. നമ്മൾ സൂപ്പറായിട്ട് കഴിഞ്ഞു. പിന്നെ അതിൻ്റെ വീഡിയോ ഉടനെ വരും ഗൈസ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. കുറച്ച് ഇടയ്ക്കൊന്നും ഷൂട്ടിൻ്റെ ഇടയിലൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല. അവിടെ ഇടയ്ക്ക് കറണ്ടൊക്കെ പോയി. അപ്പോൾ ലൈറ്റൊക്കെ പിടിക്കാൻ 2 പേരൊക്കെ വേണമായിരുന്നു. അങ്ങനെ BTS എടുക്കാനും ബാക്കി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. എന്നാലും ഉള്ളത് വെച്ച് ഞാൻ ഒരു വീഡിയോ സെറ്റാക്കി തരാം. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി ഞാൻ നേരെ വീട്ടിൽ പോവുകയാണ്. നല്ല ക്ഷീണമുണ്ട്. രാവിലെ എണീച്ചതിൻ്റെ ഉറക്കമുണ്ട്. അപ്പം ഗൈസ് കുറേ നാളുകൾക്ക് ശേഷം ഇപ്പോൾ ഒരു വ്ളോഗ് ചെയ്യാൻ പറ്റിയില്ല. ഒരുപാട് സന്തോഷം. അപ്പം ഇനിയും ഇതുപോലത്തെ നല്ല വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ ബൈ.